ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പം വഴുതനങ്ങയും ഉരുളൻകിഴങ്ങുകൊണ്ട് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുവാണ്. ഇന്നത്തെ എൻ്റെ ഒരു കാര്യങ്ങൾ ചെയ്യുവാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇപ്പം ഉച്ചക്കത്തേക്കുള്ള കഞ്ഞി അടുപ്പത്താക്കിയിട്ടുണ്ട്. പിന്നെ ചട്ടി ചൂടാകാൻ വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ, കൂടുതൽ വേണ്ട. കയ്യെത്തി നമുക്ക് കൂടുതലാകും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിലേക്ക് നമ്മുടെ കടുക് പൊട്ടിക്കാൻ പോവാണ്. കുറച്ച് കടുക് കേട്ടോ, കുറച്ച് കടുക്. അതിലേക്ക് കുറച്ച് ജീരകം കേട്ടോ, നല്ല ജീരകം. ഇത് രണ്ടും കൂടി ആ എണ്ണയിലേക്ക് ഇടുക. അത് പൊട്ടി തീരുമ്പം കുറച്ച് സവാളയും പച്ചമുളകും കൂടി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ചോപ്പറിൽ കേട്ടോ, അതിടുകയാണ്. അപ്പോൾ കറിവേപ്പിലയും കൂടി അതിലേക്ക് വന്ന് ഇട്ട് കേട്ടോ. ഇനി ഇതെല്ലാം അതിലേക്ക് കൊടുക്കുക. ഇതിലേക്ക് വേണ്ടുന്നത് കുറച്ച് ഉപ്പും കൂടി ഇടണമെന്നുണ്ട്, പെട്ടെന്ന് അത് മൊരിഞ്ഞ് കിട്ടാൻ കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കേട്ടോ, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കേട്ടോ, 1 ടീസ്പൂൺ. കുറച്ച് പെപ്പർ പൊടി, 1/4 ടീസ്പൂൺ പെപ്പർ പൊടി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി. ഇതിലേക്ക് കുറച്ച് കളർ കിട്ടാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇപ്പം കളർ കിട്ടാനും
പോകാനും കൂടിയാണ്. നന്നായിട്ടൊന്ന് നോക്കട്ടെ ഇതെല്ലാം കൂടി. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം എൻ്റെ ഇതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി വർഷമായിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വഴുതനങ്ങയും 3 ഉരുളക്കിഴങ്ങ് ചെറുത് കേട്ടോ, അതും കൂടി അരിഞ്ഞതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് വാരിയിടുക. നന്നായിട്ട് ആവിയിൽ വേവിച്ചു. ഇപ്പോൾ വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. ആദ്യം ഫസ്റ്റ് ഒന്ന് ഈ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ച് മൂടി വെക്കണം കേട്ടോ. നന്നായിട്ട് മൂടി വെച്ചു. ഇനി ഞാൻ കുറച്ച് പച്ചമുളകും ഒരു വെളുത്തുള്ളിയും സവാളയും കൂടി അരച്ചത് കേട്ടോ, അത് ഇതിലേക്ക് ചേർക്കണം. പിന്നെ അത് മൂടി തുറക്കുക. ഇതിലേക്ക് ചേർക്കുക ഒരു വെളുത്തുള്ളി, ഒരു 1/4 സവാള, പച്ചമുളക്, ഇതെല്ലാം കൂടി ഒന്ന് അരച്ചതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു ടൊമാറ്റോ അരച്ചത് കേട്ടോ. അതെല്ലാം അരച്ചാണ് ഞാൻ ചേർത്തത്. നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. ചോടി ഇത് കഴിഞ്ഞു അത് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് കൂട്ടി ഇനി വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഇതിൽ തരുന്ന ഇത് ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിനും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റും. നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. അപ്പം മൂടി ഒന്ന് തുറക്കുക. നന്നായിട്ട് ഇപ്പം വെന്തിട്ടുണ്ട് കേട്ടോ. ഉപ്പെല്ലാം കറക്റ്റാണ് കേട്ടോ. ഇനി വേണ്ടുന്നത് ഇതിലേക്ക്
കുറച്ച് മല്ലിയില ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അതിതിലേക്കൊന്ന് അത് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഒന്ന് ചേർക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റ് കിട്ടും. എന്നിട്ട് തക്കാളിയുടെ ജ്യൂസാണല്ലോ നമ്മൾ അടിച്ച് ചേർത്തേക്കണം. അപ്പോൾ പുളിയും എല്ലാം കൂടി ആവാൻ വേണ്ടിയിട്ട് അതിനൊരു ഈക്വലി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ പുളി എടുത്ത് കാണിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കളിക്കുക. ഇപ്പം റോട്ടിൽ നല്ല തിരക്കാട്ടോ, കാണുന്നുണ്ടോ? നല്ല വെയിലൊക്കെ ഉണ്ട്. ഇന്ന് മഴയൊന്നുമില്ല, നല്ല വെയിലുണ്ട് കേട്ടോ. ഇന്ന് മഴയൊന്നുമില്ല, നല്ല ക്ലൈമറ്റാണ് ഇന്ന്. ഇന്നലെ നവരാത്രിയുടെ ഇതായിരുന്നു. ഞങ്ങൾ ലുലു മാളിൽ പോയി സിനിമ കാണാനൊക്കെ പോയായിരുന്നു. ലൂക്ക സിനിമ അത് കണ്ടു. അടിപൊളിയാണ് കേട്ടോ സിനിമ. പ്രിയദർശൻ്റെ മോള് നന്നായിട്ടാണ്, നല്ല ഇതുണ്ട്, നന്നായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. സൂപ്പർ, വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ലൂക്ക സിനിമ കാണാത്തവരും കാണണം കേട്ടോ, പോയിട്ട് എല്ലാവരും പോയി കാണുക. അടിപൊളി സിനിമ. ഇത് എന്താണ്, ഈ സ്പൂൺ കൊണ്ട് തന്നെ നമുക്കൊന്ന് കുത്തി നോക്കാം. ഉരുളക്കിഴങ്ങ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റ്. പൊറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിന്
ഒരു പ്ലേറ്റിലേക്ക് ഞാൻ സെർവ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്തേ. A leather layer that sits about 1 to 2 millimeters below the skin surface, depending on the skin type. This is what happens when you go too deep. As you can see, 3.5 millimeters is clear too deep, resulting in flow and a disappointing climate. Even though the needle protrudes 4 millimeters from the needle, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. Skin allows you to work with precision. ഉരുളക്കിഴങ്ങും വഴുതനയും കൂടിയുള്ള മെഴുക്ക് വരട്ടിയതാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് കഴിച്ചിട്ട് ultimately resulting in an unhappy client. Additionally, individual skin characteristics can play a role, as certain skin types allow the needle to penetrate deeper than others. How do I recognize if a tattoo is too deep? The signs that you've tattooed too deeply are usually observed after the tattooing process. These signs might include scars, blisters, or inflammation. Because we always want satisfied customers, I'll now show you how to measure ensure perfection. മോനുണ്ട്, മോൻ ടി വി വെച്ചിരിക്കുക. അപ്പം എല്ലാവരും ലൂക്കാസ് സിനിമ കാണാൻ പോകണോട്ടോ. എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം. നല്ല എന്താ പറയുക, നന്നായിട്ട് നമുക്കൊരു ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നും. പിന്നെയും കാണണമെന്ന് തോന്നും. അടിപൊളി വളരെ നല്ലതാണ്. എല്ലാവരും ഉണ്ട്, ദുൽഖറുണ്ട്, എല്ലാവരും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ടിമി ടോമിയുണ്ട്. എല്ലാവരും അടിപൊളിയെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അഭിനയം സൂപ്പറാണ് കേട്ടോ. എല്ലാവരും കണ്ട്. ഞാൻ ഇന്നലെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ലുലുമാല ഉണ്ടല്ലോ, അവിടെയാണ് പോയി സിനിമ കണ്ടത്. അടിപൊളി സിനിമ. എല്ലാവരും കാണണം കേട്ടോ. എല്ലാവരും സന്തോഷമായിട്ട്.